നമ്മുടെ സ്കൂൾ സംവിധാനം പലപ്പോഴും അധ്യാപകരെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. സ്കൂളിലും കോളേജിലുമായിട്ട് നമുക്ക് മറക്കാൻ കഴിയാത്ത നല്ല മൂല്യങ്ങൾ പഠിപ്പിച്ച ഒരുപാട് ടീച്ചർമാരും ഉണ്ടാകും. പല ഓൺലൈൻ ട്യൂഷൻ സെൻ്ററുകളിലെ ടീച്ചർമാർക്ക് വലിയ സ്റ്റാർ വാല്യൂ പോലുമുണ്ട്. ഇത്തരത്തിൽ നല്ല അധ്യാപകർക്ക് കുട്ടികളെ വലിയ തോതിൽ സ്വാധീനിക്കാൻ കഴിയും. നല്ല അധ്യാപകർ ഉള്ളതുപോലെ തന്നെ മോശം അധ്യാപകരും കാണും. ഓരോരുത്തരുടെയും സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ നേരിടാൻ പോകുന്ന ചില അധ്യാപകരുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒരു ശരാശരി സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പഠിച്ച കുട്ടികൾ നിരന്തരം അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് ക്ലാസ്സിൽ സമയത്തിന് അധ്യാപകർ വരാതിരിക്കൽ. പല ആവശ്യങ്ങൾക്കായി ചില ടീച്ചർമാർ ദീർഘകാലത്തേക്ക് ലീവ് എടുക്കും. ഈ അവസരത്തിലൊന്നും വേറൊരു ടീച്ചറെ പോസ്റ്റ് ചെയ്യില്ല. ഏതെങ്കിലും ട്രെയിനിങ് ടീച്ചർമാർ വന്നാലായി. പഠിക്കുന്ന സമയത്ത് ടീച്ചർ വരാതിരിക്കുന്ന പീരീഡ് കുട്ടികൾക്ക് വളരെ സന്തോഷമാണ്. പക്ഷേ പോർഷൻ തീരില്ല. ട്യൂഷന് പോകുന്ന കുട്ടികൾ ഇത്തരം വിഷയങ്ങൾ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കും. അവർക്ക് ക്ലാസ്സിൽ മാർക്കും ഉണ്ടാകും. ട്യൂഷനൊന്നും പോകാതെ ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന കുട്ടികൾക്കാണ് അതിൻ്റെ പ്രയാസം നേരിടാൻ പോകുന്നത്. നമ്മുടെ ഒരു സ്കൂൾ സംവിധാനം പ്രകാരം ഒരു ക്ലാസ്സിൽ പഠിച്ച വിഷയത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത്. അതായത് ഒരു ക്ലാസ്സിൽ മനസ്സിലായില്ലെങ്കിൽ പിന്നീടുള്ള ക്ലാസ്സുകൾ ഒട്ടും മനസ്സിലാകില്ല. പാസ്സാക്കി വിടുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് പ്രയാസമായി തോന്നുകയുമില്ല. അതുകൊണ്ടുണ്ടായ പ്രശ്നം +1 +2 ക്ലാസ്സുകളിൽ തന്നെയുള്ള കുട്ടികളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വായിക്കാൻ പോലും അറിയാത്തവരെ കാണാൻ പറ്റും. ഇങ്ങനെ ലീവ് എടുക്കുന്നവരിൽ പലരും യൂണിയൻ പ്രവർത്തനം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അങ്ങനെ മറ്റ് സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നവരായിരിക്കും. ഇവർ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണമെന്നൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ സെമിനാറൊക്കെ അവതരിപ്പിക്കും. പക്ഷേ ക്ലാസ്സിൽ വരില്ല. ഇതിൽ ചില ടീച്ചർമാർ വേറെ ട്യൂഷൻ സെൻ്ററുകളിൽ പഠിപ്പിക്കാൻ പോകും. ഇത്തരം അധ്യാപകരാണ് പരീക്ഷാ പേപ്പർ ചോർത്തുന്നത്. എന്നിട്ട് മാർക്ക് കുറഞ്ഞ കുട്ടികളെ പാരൻസ് മീറ്റിങ്ങിൽ അവഹേളിക്കും. പല വിഷയങ്ങളും കുട്ടികൾ വെറുക്കാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. എങ്ങാനും ടീച്ചർമാർക്കെതിരെ സംസാരിച്ചാൽ അല്ലെങ്കിൽ കുട്ടികൾ തന്നോട് മോശമായി പെരുമാറിയെന്ന് ടീച്ചർക്ക് തോന്നിയാൽ റെക്കോർഡ് സൈൻ ചെയ്യില്ല, ഇൻ്റർണൽ മാർക്സ് കട്ട് ചെയ്യും, എക്സാമിന് മാർക്ക് കുറയ്ക്കും, എല്ലാവരുടെ മുന്നിൽ വെച്ച് അപമാനിതനാക്കും. ഇങ്ങനെ വളരെ പ്രതികാര ബുദ്ധിയോടെ ചില അധ്യാപകർ പെരുമാറാറുണ്ട്. ലൈംഗിക ചുവയോടെ സംസാരിക്കുന്ന അധ്യാപകരുണ്ട്. കുട്ടികളോടൊപ്പം മദ്യപിക്കുന്ന അധ്യാപകരുണ്ട്. ഇതെല്ലാം സ്കൂളോടുകൂടി തീരും എന്ന് പ്രതീക്ഷിച്ച് കോളേജിലേക്ക് കയറി ചെല്ലുന്ന കുട്ടി പലപ്പോഴും ഇതിലും കൊടിയ ക്രൂരതകളാണ് നേരിടേണ്ടി വരുന്നത്. മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് എന്നിങ്ങനെ പല പ്രമുഖ പ്രൊഫഷണൽ കോളേജുകളിലും പതിവായി അധ്യാപകരുടെ ഉപദ്രവങ്ങൾ നടക്കുന്നുണ്ട്. അധ്യാപകർ കുട്ടികളോട് പ്രതികാരം വീട്ടുന്നത് എക്സാമിലെ മാർക്ക് കുറയ്ക്കുക അല്ലെങ്കിൽ GPA കുറയ്ക്കുന്നതിലൂടെയാണ്. പ്ലേസ്മെൻറ്റ് ലഭിക്കുന്നതിനായി പല കുട്ടികളും ഈ ഉപദ്രവങ്ങളൊക്കെ സഹിച്ച് മിണ്ടാതിരിക്കും. വിദ്യാർത്ഥികൾ രഹസ്യമായി തമ്മിൽ ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആർക്കും ഒരു സംവിധാനത്തെ ഭയന്ന് എതിർക്കാൻ ധൈര്യമില്ല. ഇത്തരം ഒരു അധ്യാപകൻ്റെ മോശം പെരുമാറ്റം മറ്റ് അധ്യാപകർ അറിഞ്ഞാലും ഇടപെടില്ല. നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു കോളേജിലെ ക്ലാസ് മുറി പോയി പരിശോധിച്ച് നോക്കൂ. പല ക്ലാസ്സുകളിലും ഫാൻ പോലും കറങ്ങുന്നുണ്ടാകില്ല. കാര്യം ചോദിക്കാനുള്ള ധൈര്യം കുട്ടികൾക്കുമില്ല. കോളേജ് അതോറിറ്റീസിനോട് ഒരു ചോദ്യം ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാമോ? ഈ പിള്ളേർക്കൊരു ഫാൻ ഇട്ട് കൊടുത്തൂടെ? ആ രീതിയിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തി വെച്ചിരിക്കുന്നത്. കോളേജിൽ റാഗിങ്ങിനിടെ കുട്ടി മരിച്ചിട്ടും ഒരു വിദ്യാർത്ഥി പോലും മിണ്ടാതിരിക്കുന്നത് പലപ്പോഴും ഇത്തരം ഭയങ്ങൾ കൊണ്ടാണ്. ഇത്തരം ടീച്ചർമാർ നിരന്തരം ആയുധമാക്കുന്നത് അറ്റൻഡൻസിലാണ്. ദേഷ്യമുള്ള കുട്ടികളോട് അവരുടെ അറ്റൻഡൻസ് ഒക്കെ കുറയ്ക്കും. ഏതെങ്കിലും കുട്ടി പരാതി പറഞ്ഞാൽ പറയും, നീ ക്ലാസ്സിലൊന്നും ഇല്ലായിരുന്നു എന്ന്. പല കോളേജിലും 70% മുതൽ 80% വരെ അറ്റൻഡൻസ് നിർബന്ധമുണ്ട്. ഇതിൽ താഴെ പോയാൽ പരീക്ഷ പോലും എഴുതിക്കില്ല. അസുഖമായി ലീവ് എടുത്താൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ പറയും ഈ അസുഖത്തിന് ലീവ് അനുവദിക്കില്ല എന്ന്. സ്വന്തം പാരൻസ് മരിച്ച് ലീവ് എടുത്താൽ തീർന്നു. അറ്റൻഡൻസ് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഏതെങ്കിലും തരത്തിൽ ഇത്തരം അധ്യാപകർക്കെതിരെ പരാതിപ്പെട്ടാൽ താൽക്കാലികമായ വല്ല ആക്ഷൻ എടുത്താലായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതേ അധ്യാപകർ ക്ലാസ്സിൽ വരും. പിന്നെ കുട്ടികളോടുള്ള പ്രതികാരം തീർക്കലിൻ്റെ നാളുകളായിരിക്കും. നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും മോശം അധ്യാപകർ മാത്രമാണ് ഉള്ളത് എന്നല്ല. ഈ മോശം അധ്യാപകരുടെ എണ്ണം ഒരുപക്ഷെ 1-2% മാത്രമോ ആയിരിക്കാം. പക്ഷേ പ്രശ്നം മറ്റു ടീച്ചർമാരോ സംവിധാനമോ ഇത്തരം ഒരു പരാതി ഉണ്ടെന്ന് അറിഞ്ഞാലും മിണ്ടില്ല എന്നതാണ്. കുട്ടികൾക്ക് ഇത്തരം ഒരു വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യാനുള്ള ഒരു സിസ്റ്റവും നിലനിൽക്കുന്നില്ല. കുട്ടികൾക്ക് രഹസ്യമായി അധ്യാപകർക്കെതിരെ പരാതിപ്പെടാനുള്ള സമിതികൾ ആവശ്യമാണ്. അത് കൃത്യമായി ഫോളോ ചെയ്യുകയും വേണം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ജോലി കിട്ടാൻ മാത്രമേ ടീച്ചർമാർക്ക് പ്രയാസം നേരിടുന്നുള്ളൂ. പിന്നെ എങ്ങനെ പഠിപ്പിച്ചാലും അവരുടെ ജോലിയെ ബാധിക്കുന്നില്ല. എല്ലാ ടീച്ചർമാരുടെയും നിലവാരം തുടർച്ചയായി പരിശോധിക്കേണ്ടതുണ്ട്. ചടങ്ങിന് വേണ്ടി മാത്രം ഒരു പീരീഡ് വരുന്ന DO മതിയാവില്ല. സ്കൂളിലും കോളേജിലും അറ്റൻഡൻസ് എന്നതിന് ഇത്രമേൽ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ? ഗുഗേഷ്, പ്രജ്ഞാനന്ദ പോലുള്ള രാജ്യത്തിന് അഭിമാനകരമായ നേട്ടം നേടിയ കുട്ടികൾ
4ാം ക്ലാസ്സിന് ശേഷം പരീക്ഷയ്ക്ക് മാത്രമാണ് സ്കൂളിൽ പോകുന്നത്. ഇത്തരത്തിൽ പലതരം കഴിവുകളുള്ള കുട്ടികളുള്ളപ്പോൾ ക്ലാസ്സിൽ മാത്രം ഇരുന്ന് സമയം കളയണമെന്ന് വാശി പിടിക്കേണ്ടതുണ്ടോ? ചർച്ച ചെയ്യേണ്ടതാണ്. അനിയന്ത്രിതമായതും ചോദ്യം ചെയ്യപ്പെടാത്തതുമായ അധികാരം എവിടെയൊക്കെ നിലനിൽക്കുന്നുവോ അവിടെയെല്ലാം ചൂഷണ സാധ്യത പെരുകും. അപ്പോൾ ചെയ്യേണ്ടത് അധികാരത്തിലിരിക്കുന്നവരുടെ പ്രവൃത്തികൾ നിരന്തരം നിരീക്ഷിക്കുക എന്നത് മാത്രമാണ്.